ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡ്രൈവ് ചെയ്തുകൊണ്ട് ദൂരയാത്ര നടത്താത്തത് ഏതാണ്ട് ഒരു വർഷത്തോളം കാലമായി. അങ്ങനെ ഈ അടുത്ത് ഒരു ദൂരയാത്ര പോയതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം പോകുന്നത് കൊണ്ട് തന്നെ കാസർഗോഡ് ഭാഗങ്ങളിലെല്ലാം റോഡിൽ വന്ന മാറ്റം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വിദേശ റോഡുകൾക്ക് സമാനമായിട്ട് തന്നെ റോഡുകൾ നവീകരിച്ചെടുത്തിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റയിലാണ്. നാട്ടിൽ തന്നെയുള്ള പ്രഭാകരേട്ടനും ഫാമിലിയാണ് യാത്രക്കാരായിട്ടുള്ളത്. യാത്രാമധ്യേ ഒരു കാപ്പിയെല്ലാം കഴിച്ച് ബീച്ച് സൈഡിലേക്കുള്ള യാത്രയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുരുടേശ്വരത്ത് എത്തിയിട്ടുള്ളത്. മുരുടേശ്വരം നമുക്കെല്ലാവർക്കും അറിയാം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഗോപുരമാണ്. 18 നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗോപുരം. അതുപോലെ തന്നെ ഉല്ലാസത്തിനായി ബീച്ച്, കടലിൽ ഹോട്ടല്, നല്ലൊരു ക്ഷേത്രം കൂടി അവിടെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വിചാരിച്ചാൽ, ആ ശിവപ്രതിമയുടെ പരിസരത്തും അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്തെല്ലാം നവീകരണം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു മുരുടേശ്വര യാത്ര സംഘടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ശിവപ്രതിമയെല്ലാം കമ്പിവേലി വെച്ച് അവിടെ വളരെയധികം പെയിൻറ്റിങ് വർക്കുകളും മറ്റും നടത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പം ഭഗവാനെ കാണാൻ കുറച്ച് സ്റ്റൈലൊക്കെ കുറവുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിച്ചെടുത്തിട്ട് മുരുടേശ്വര യാത്ര സംഘടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എല്ലാം ഒരു ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ പല ആളുകളും യാത്രക്ക് പുറപ്പെടും മുമ്പേ എന്നോട് വിളിച്ച് ഒരഭിപ്രായം തേടാറുണ്ടായിരുന്നു. ഈ കർണാടക ഭാഗത്തൊക്കെ 1-2 ദിവസം എടുത്തിട്ട് കറങ്ങി വരാൻ വേണ്ടി പറ്റുന്ന ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതൊക്കെ ഏതാണ് മനോജ എന്ന് ചോദിച്ചറിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ആദ്യം ആളുകളോട് പറയാറുള്ളതെന്ന് വിചാരിച്ചാൽ മുരുടേശ്വരവും മൂകാംബിയും ഉടുപ്പിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യാത്രയാണ് എല്ലാവരോടും പറയാറുള്ളത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ രാവിലെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയോട് കൂടിയിട്ട് മുരുടേശ്വരത്ത് എത്താൻ വേണ്ടി പറ്റും. ഉച്ചഭക്ഷണം ക്ഷേത്രത്തിലെ അന്നദാന പ്രസാദം കഴിക്കുന്നവർക്ക് അത് കഴിക്കാം, അല്ലാത്തവർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഇതിൻ്റെ മുകളിൽ കയറിയാലുള്ള അതിമനോഹര കാഴ്ചകളെല്ലാം കണ്ട് ശിവപ്രതിമ കൂടി കണ്ട് ബീച്ചിൽ ഒന്ന് കറങ്ങിയതിന് ശേഷം ഒരു 3-4 മണിക്കെല്ലാം പുറപ്പെട്ട് കഴിഞ്ഞാൽ സന്ധ്യയോട് കൂടിയിട്ട് നമുക്ക് എന്താക്കാം, മൂകാംബിക പിടിക്കുക. ആ സൗവർണികയെന്ന് ഒന്ന് കാലും കൈയെല്ലാം തേച്ച് കഴുകി, അല്ലെങ്കിൽ കുളിക്കുന്നവർക്ക് കുളിക്കുക. അതിനുശേഷം റൂമിൽ വന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ ആ ഒരു സമയമാകുമ്പം ചിലപ്പോൾ അധിക തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം ഒരു 8 മണിയോട് കൂടിയിട്ട് നടക്കുന്ന പലതരം ചടങ്ങുകളുണ്ട്. രഥം വലി, അതുപോലെ തന്നെ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നത് ദേവീന. അത് കൂടാണ്ട് തന്നെ നമുക്ക് ചണ്ഡികാ ഹോമെല്ലാം നോക്കി കാണണമെന്നുണ്ടെങ്കിൽ ആ ചണ്ഡികാ ഹോമത്തിൻ്റെ ചടങ്ങുകൾ നോക്കി കാണാൻ വേണ്ടി പറ്റും. കടാവിളക്ക് കാണാം. അതുപോലെ തന്നെ പല ചടങ്ങുകളും അവിടെയുണ്ട്. രാത്രി 8 മണിയോട് കൂടിയിട്ട് അന്നദാന പ്രസാദമുണ്ട്. ആ അന്നദാന പ്രസാദം മൂകാംബികയിൽ നിന്ന് കഴിച്ചതിന് ശേഷം 9 മണിയോടുകൂടി കൊടുക്കുന്ന കഷായ വിതരണമുണ്ട്. ആ കഷായ വിതരണം കൂടി അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്ര ദർശനം രാത്രിയത്തേത് പൂർത്തിയായി. പിന്നീട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൊഴുത്, ആ രഥം വലിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ കുളിച്ച് തൊഴുത് രാവിലത്തെ പ്രാർത്ഥന കൂടി കഴിഞ്ഞതിന് ശേഷം യാത്ര തുടരാവുന്നതാണ്. അത് നിങ്ങൾക്ക് മൂകാംബികയിൽ നിന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കിൽ നമുക്ക് കുടജാദ്രി പോകുന്നവർക്ക് കുടജാദ്രി പോവാം. കുടജാദ്രി പോയി തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് ഉടുപ്പി കൂടി കവർ ചെയ്തിട്ട് പോവാം. ഇനി കുടജാദ്രി പോകുന്നില്ലെങ്കിൽ ശൃംഗേരി, അതുപോലെ തന്നെ ധർമ്മസ്ഥല, അങ്ങനെ കവർ ചെയ്തിട്ട് വീണ്ടും കാസർഗോഡേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഉടുപ്പി ഒഴിവാവും. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ കാലത്ത് തന്നെ മൂകാംബികയിൽ തൊഴുതു, അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഉടുപ്പിയിലേക്ക് യാത്ര തുടരുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ പറയാനുണ്ട്. നേരത്തെ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നതായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ രഥം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ രഥത്തിൽ എഴുന്നള്ളിക്കൽ. എത്രയോ പവൻ തൂക്കം വരുന്ന സ്വർണ്ണ രഥത്തിൽ അമ്മേനെ എഴുന്നള്ളിക്കുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. ഇത് അവിടുത്തെ ഒരു പ്രധാന വഴിപാട് കൂടിയാണ്. ഇത് കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളവിടെ കാണുന്നത്. ഇതിൻ്റെ പിന്നാലെ ഒരുപാട് ആളുകൾ വഴിപാടായിട്ട് നടക്കുന്നതും കാണാം. അത് നല്ലതാണ്, ഭാഗ്യമാണ് എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉടുപ്പിയിലെത്തി. ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കവാടവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു
കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോകുന്നതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ സന്ദർശനം നടത്തിയിട്ട് പിന്നെ എന്തെല്ലോ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ് എന്ന് നോക്കിക്കാണാൻ വിദ്യാർത്ഥികളടക്കമുള്ള ഒരുപാട് ആളുകൾ അവിടെ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. അവിടെ തൊട്ട് മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ ആ ഒരു കുളത്തിൻ്റെ സൈഡിലേക്ക് കൂടി അങ്ങനെ പോയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതാണ് പതിവ്. ഇപ്പോൾ അതെല്ലാം മാറി ഇവിടെ ഈ അകത്ത് കയറി ഇവിടുന്ന് ഈ കാണുന്നെടുക്കുന്ന ലെഫ്റ്റിലോട്ടേക്ക് കയറിയിട്ട് വേണം ഇപ്പം ദർശനത്തിന് വരി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷേത്രത്തിനൊക്കെ നല്ല മാറ്റങ്ങൾ, പണ്ടത്തേതിൽ നിന്നും നല്ല മാറ്റങ്ങൾ, നല്ല വൃത്തി, പെയിൻറ്റിങ് എല്ലാം അവിടെ നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഉടുപ്പി ക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞ് പുറം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പുറത്ത് അതിമനോഹരമായിട്ട് പെയിൻറ്റിങ് വർക്കുകളും മറ്റും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ. ഏതാണ്ട് ഒരു മാസം, 1.5 മാസം, 2 മാസം കൂടി ഉണ്ടായാൽ അവിടുത്തെ വർക്കുകൾ മുഴുവനായും തീരുമെന്നാണ് അവിടുത്തെ ഒരാളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കൂടിയിട്ട് യാത്ര സംഘടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴും ക്ഷേത്രത്തിൽ നല്ല തിരക്കും കാര്യങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. പിന്നീട് അവിടുന്ന് ഉടുപ്പിയിലുള്ള ആ ഒരു കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ പശുക്കൾക്ക്, കാളക്കുട്ടന്മാർക്കെല്ലാം പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉടുപ്പി എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾ നമ്മുടെ പശുക്കളെ തൊട്ട് തലോടി പോകുന്നത്, തൊഴുകൈയോടെ കൈകൂപ്പി നിൽക്കുന്നതെല്ലാം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം വർക്കുകൾ നടക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നത്. ഇത് പുറത്തുനിന്ന് നോക്കി തൊഴുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അതൊക്കെ അവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഉടുപ്പി യാത്ര കൂടിയിട്ട്, ഉടുപ്പി ക്ഷേത്ര ദർശനം കൂടിയിട്ട് പൂർത്തിയായി. നിങ്ങൾ നോക്കുക, ഞങ്ങൾ 2 ദിവസം കൊണ്ട് 3 ക്ഷേത്രങ്ങൾ കവർ ചെയ്തു. ഇനിയും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ താല്പര്യമുള്ളവർക്ക് നടത്താവുന്നതാണ്. ഞങ്ങൾ ഈ 3 ക്ഷേത്ര ദർശനം നടത്തി ഉച്ചയോടുകൂടി കാസർഗോഡ് എത്തി. കാസർഗോഡ് നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ ബേക്കലിൽ